അപ്പളേ കുറേ നേരമായി ഞാൻ ഈ വീഡിയോ എടുക്കാൻ നോക്കുന്നു കേട്ടോ. അല്ലേണേ ഒന്നില്ലെങ്കിൽ ലേറ്റ് ശരിയാവില്ല, അല്ലെങ്കിൽ എൻ്റെ മൂഡ് ശരിയാവില്ല. ഇനി എല്ലാം റെഡി ആയിട്ടുണ്ടെങ്കിൽ ഈ ഫോണിൽ എപ്പോഴും സ്റ്റോറേജ് ഫുൾ കേട്ട് കേട്ട് മടുത്ത് എത്ര ഡിലീറ്റ് ആക്കിയാലും ഇതിലുണ്ടാവില്ല എന്താന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. ഇന്നത്തെ വീഡിയോ എന്ന് പറഞ്ഞത് ഒരു നിക്കാബ് വീഡിയോ ആണ് കേട്ടോ. സോ ഞാൻ ഇവിടെ കുറച്ച് ഫുട്ടേജ് കൊടുക്കാം, കിട്ടിയെങ്കിൽ കൊടുക്കാം കേട്ടോ. ഉള്ള പറയാലോ, ചിലപ്പോൾ എൻ്റെ ഫോണിൽ തരാൻ കിട്ടൂല, കിട്ടണമെങ്കിൽ കൊടുക്കാം. പറയാലോ, ഞാൻ എന്താ പറയുക, ഈ ഒരു നിക്കാബ് ഇട്ട് പോകുമ്പോൾ അധികം മേക്കപ്പ് വന്നിട്ട് പോകാറില്ല. നമ്മുടെ കണ്ണ് മാത്രമാണ് എൻ്റെ ഫോക്കസ്. അതുകൊണ്ട് തന്നെ ഞാൻ ഫേസിൽ ഒരു പ്രൊഡക്റ്റ് ഇടാറില്ല കേട്ടോ. സൺസ്ക്രീൻ ഇടും, അതുപോലെ മോയ്സ്ചറൈസർ ഇടും, പിന്നെ ഇതേ ഒരു കോമ്പാക്ട് പൗഡർ. അത് നിങ്ങൾ എവിടെയെങ്കിലും നിക്കാബ് ഊരുക, അതായത് അത് ഊരുന്ന സാഹചര്യമൊക്കെ ഉള്ള സ്ഥലത്തേക്കൊക്കെ പോകുന്നെങ്കിൽ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് കോമ്പാക്റ്റ് ഒക്കെ ഇടാം. അല്ലെങ്കിൽ നിങ്ങൾ കണ്ണ് മാത്രം ഫോക്കസ് ചെയ്താൽ മതി കേട്ടോ. കാരണം മറ്റെല്ലാം ഇത് കവേർഡാണ്. അതുകൊണ്ട് തന്നെ വെറുതെ വരുത്തിക്കിടായില്ല. ഞാൻ എങ്ങനെയാണ് ചെയ്യാറ്? അപ്പോഴേ നിങ്ങളിതാ ഈ നിക്കാബ് ഇട്ട് പുറത്ത് പോകുമ്പോൾ ഫേസിൽ ഒരു പ്രൊഡക്റ്റ് യൂസ് ചെയ്യാണ്ടിരിക്കുകയാണ് ബെറ്റർ കേട്ടോ. കാരണം എന്താ വെച്ചാൽ നമ്മൾ ഫേസ് ഫുൾ കവേർഡാണ്, ജസ്റ്റ് നമ്മുടെ ഐ മാത്രമാണ് ഫോക്കസ് ചെയ്യേണ്ട ആവശ്യമുള്ളൂ. അതുകൊണ്ട് തന്നെ നിങ്ങൾ നിക്കാബൊക്കെ ഊരുന്ന ഫങ്ഷൻസിനൊക്കെ പോകുന്നെങ്കിൽ ഇവിടുത്തെ ആൾക്കാരൊക്കെ അങ്ങനെയാണ്. നല്ല അടിയിലൊക്കെ നല്ല മേക്കപ്പ് ഇട്ട് സെറ്റ് ബ്യൂട്ടിഫുൾ ആയിട്ട് അവർ പോകും നിക്കാബൊക്കെ ഇട്ടിട്ട്. പിന്നെ ഫംഗ്ഷൻ്റെ അവിടെ എത്തുമ്പോൾ അതെല്ലാം അവർ ഊരി മാറ്റും കേട്ടോ. അങ്ങനെയൊക്കെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. പക്ഷെ ഞാൻ എങ്ങനെയല്ല, ഇവിടെ കണ്ണ് മാത്രമാണ് ഞാൻ ഫോക്കസ് ചെയ്യുന്നത്. അതുകൊണ്ട് ജസ്റ്റ് ഞാൻ ഒരു കോമ്പാക്ട് പൗഡർ എടുക്കും കേട്ടോ. അപ്ലൈ ചെയ്യും ഇതുപോലെ. ഇല്ല വരാലോ, ഞാൻ ഈ ഒരു ഭാഗത്തേക്ക് പോലും കൊണ്ടുവരാറില്ല കേട്ടോ. എന്താ വെച്ചാൽ വെറുതെ എൻ്റെ പ്രൊഡക്റ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ എന്ന് കരുതിയിട്ടാണ്. പിന്നെ ജസ്റ്റ് ഒന്ന് ടാബ് ചെയ്ത് കൊടുക്കാം, ഇതിലുള്ളത് മാത്രം കേട്ടോ. പിന്നെ കുറച്ച് കട്ടിക്ക് തന്നെ ഇട്ടിട്ടുണ്ട് കേട്ടോ കണ്ണിൻ്റെ മുകളിൽ. യെസ്, പറ്റുണ്ടോ? നെക്സ്റ്റ് നമ്മൾ ഈ ഒരു പാലറ്റാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾ കയ്യിലുള്ള ഏതെങ്കിലും ഒരു പാലറ്റ് യൂസ് ചെയ്യാം. അന്നതൊന്നുമല്ല, ഞാനിവിടെ യൂസ് ചെയ്യണം. ഞാനിവിടെ എടുക്കുന്ന ഷെയ്ഡ് എന്ന് പറയുന്നത് വളരെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഷെയ്ഡ്, വളരെ ന്യൂട്രൽ ആയിട്ടുള്ളൊരു ഷെയ്ഡ് മാത്രമേ എടുക്കാൻ പറ്റുള്ളൂ കേട്ടോ. നിങ്ങൾ അങ്ങനെയല്ല എടുക്കാൻ പറ്റുള്ളൂ നിങ്ങളൊന്നും പറയണില്ല, എടുത്താൽ നന്നായിട്ടുണ്ടാവും. അപ്പോൾ ഞാനിവിടെ ഒരു ഓറഞ്ച് ഷെയ്ഡ് എടുക്കുകയാണ്. ഓറഞ്ച്, അതുപോലെ നിങ്ങൾക്ക് ലൈറ്റ് പിങ്ക് ഷെയ്ഡൊക്കെ എടുക്കാം. അതേ വളരെ കുറച്ച് എമൗണ്ട് മാത്രം എടുക്കാം കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതുപോലെ കണ്ണിന് മുകളിൽ ഫുൾ ഇവിടെ ഐബ്രോ വരെ നമ്മൾ ചെയ്ത് കൊടുക്കണം കേട്ടോ. ഉള്ളത് പറയാലോ, ഇത് ഇട്ടിട്ട് തോന്നാത്ത കോലത്തിൽ വേണം ഇടാൻ. അത്രയ്ക്കും കൊണ്ടോ ഈ ഒരു കണ്ണും ഈ കണ്ണും നോക്കിയാൽ നിങ്ങൾക്കൊരു കുഞ്ഞ് ഡിഫറൻസേ തോന്നുള്ളൂ. അത്രയ്ക്കും കുറച്ച് മാത്രമേ ചെയ്താൽ മതി. അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത് മസ്കാര ഇടുക എന്നുള്ളതാണ്. നന്നായിട്ട് മസ്കാര ഇടുക കേട്ടോ. നിങ്ങൾക്ക് ലാഷസ് വളരെ കുറവാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എക്സ്റ്റൻഷൻ വെക്കാം കേട്ടോ. ലാഷ് എക്സ്റ്റൻഷൻ വാങ്ങാൻ കിട്ടും, അത് വെക്കാം. പക്ഷെ വെക്കുമ്പോൾ വളരെ സിമ്പിളായിട്ടുള്ളത് മാത്രം വെക്കാൻ. കേൾ ചെയ്യാറൊന്നുമില്ല കേട്ടോ. എൻ്റെ ഐബ്രോ അല്ല ലാഷസ്, അതൊക്കെ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം. യെസ്, ഞാൻ 2 കണ്ണിലിട്ടിട്ടുണ്ട് കേട്ടോ. കണ്ടോ, നല്ല ഡിഫറൻസ് അല്ലേ? ഇനിയാണ് മെയിൻ ആയിട്ടുള്ള ഒരു പോർഷൻ വരുന്നത്. ഇനി ജസ്റ്റ് ഒരു വിങ് കൊടുക്കും കേട്ടോ. ജസ്റ്റ് വിങ് ആണ്. പക്ഷേ ഇതിൽ ടിപ്സ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കാജൽ യൂസ് ചെയ്യരുത്, ഒരു ബ്രൗൺ കാജൽ യൂസ് ചെയ്യാം. ഞാനിവിടെ യൂസ് ചെയ്യുന്നത് ഈ ഒരു പ്രൊഡക്റ്റാണ് കേട്ടോ. ഇത് മ്യൂസിക് ഫ്ലവറിൻ്റെ ഒരു ബ്രൗൺ ആണ്. നിങ്ങളുടെ ഐഷാഡോ പാലറ്റിലും ഇതുപോലുള്ള ബ്രൗൺ ഷെയ്ഡ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഒരു സെറ്റിംഗ് സ്പ്രേ യൂസ് ചെയ്തിട്ട് അതൊന്ന് ഒരു ഒന്ന് കലക്കിയാണ് അതും സംഭവമാക്കിയാൽ മതി കേട്ടോ. ഇങ്ങനെ ഒരു ലൈൻ വരച്ച് കൊടുക്കാം കേട്ടോ. എന്നിട്ട് ജസ്റ്റ് ഇങ്ങനെ ഇപ്പം കൂടെ മുകളിൽ ഈ ഒരു സെൻറ്റർ ഭാഗം മാത്രമേ ചെയ്യുന്നുള്ളൂ, ഇങ്ങോട്ടൊന്നും വരക്കുന്നില്ല കേട്ടോ. ഇത് കാണുന്നുണ്ടോ ചോദിച്ചാൽ കാണില്ല, അതാണ് സത്യം. എന്നാൽ ഉണ്ടോ ചോദിച്ചാൽ ഉണ്ട്. ആ ഒരു സംഭവത്തിൽ മതി. ഇനി നെക്സ്റ്റ് ആണ് നമ്മുടെ നിക്കാബ് ഇടുന്ന സെക്ഷനാണ് കേട്ടോ. ആദ്യം തന്നെ ഞാൻ അബായ അല്ല ഇടുന്നത്, നിക്കാബാണ് ഇടുന്നത്. അതായത് എൻ്റെ അബായ ഒരു കോട്ട് പോലെയുള്ളതാണ് കേട്ടോ. നിങ്ങളുടേത് കോട്ട് പോലെ അല്ലെങ്കിൽ നിങ്ങൾ ആദ്യം അബായ ഇടണം. വേണ്ടത് നമുക്ക് അണ്ടർ സ്കാർഫാണ്. ഇതാണ് എൻ്റെ അണ്ടർ സ്കാർഫ്. ഉള്ള പറയാലോ, ഇത് ശരിക്കും ഒരു അണ്ടർ സ്കാർഫ് അല്ല, നമ്മുടെ ഈ ബനിയൻ ക്ലോത്തിൻ്റെ ഒക്കെ അടിയിലൊരു ലൈനിങ് ആയിട്ട് കിടക്കൂലേ, ആ ഒരു സംഭവം. ആക്ച്വലി എനിക്ക് നല്ല കംഫർട്ടബിൾ ആണ്. അതുകൊണ്ടാണ് ഞാൻ കുറേ കാലമായിട്ട് ഇത് തന്നെയാണ് എൻ്റെ അണ്ടർ സ്കാർഫ് കേട്ടോ. അപ്പോൾ അങ്ങനെ ചെയ്യാം.
ഇനി നെക്സ്റ്റ് ഇമ്പോർട്ടൻറ്റ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാൽ ഇതേ നമ്മളെ മുടി ഇങ്ങനെ കെട്ടുന്നുള്ളതാണ് കേട്ടോ. സത്യം പറയുകയാണെങ്കിൽ ഇവർ ഭയങ്കര സിമ്പിളായിട്ട് ഈ ചെയ്തു പോകുന്ന അബായ ലുക്കിലൊക്കെ ഒരുപാട് എഫേർട്ടൊക്കെ ഉണ്ട്. അത്യാവശ്യം നല്ല ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മൾ നിക്കാബും അബായും സ്റ്റൈൽ ചെയ്യുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ നല്ല നീറ്റായിട്ടാണ് അവർ ഓരോ കാര്യങ്ങളും ചെയ്യുക കേട്ടോ. മുടി കെട്ടാനാണ് കൂടുതൽ ശ്രദ്ധിക്കേണ്ടത്. ഇതുപോലുള്ള ഒരു സ്ക്രഞ്ച് എടുക്കുക, എന്നിട്ട് ജസ്റ്റ് ഞാൻ കാണിച്ചു തരാം. ബാക്ക് സൈഡ് എൻ്റെത് ഇങ്ങനെ കെട്ടാം കേട്ടോ. ഇതിപ്പോൾ കാണണ്ടല്ലോ, അറിയില്ല. ഇതെന്താ ചോദിച്ചാൽ നമ്മൾ വീട്ടിലൊക്കെ കെട്ടൂലേ ഇങ്ങനെ ഇങ്ങോട്ട് മുടി അമ്മച്ചിക്കെട്ട് കെട്ടൂല, അത് കുറച്ച് താത്തി കെട്ടുക ജസ്റ്റ്. എന്നിട്ട് ഈ ഒരു ഇതുകൊണ്ട് കെട്ടിക്കൊടുക്കാം, അത്രയേ ഉള്ളൂ. നല്ല മുകൾക്ക് ഒരിക്കലും കെട്ടരുത്. ഏകദേശം അത് ഇങ്ങനെ ഒരു ഫ്ലാറ്റ് ലുക്ക് അങ്ങനെ കാണണ്ടോ. ഇത് ഇങ്ങനെ നമ്മുടെ ഈ തലയും ഇതുമായിട്ട് ചെറിയ ഒരു ബൗൺസ് ഇങ്ങനെ വരിക, അത്രയേ ഉള്ളൂ കേട്ടോ. കയ്യിലോട്ടോ കാണണ്ടോന്ന്. അപ്പോൾ ഞാനിത് അണ്ടർ സ്കാർഫ് കെട്ടിയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ഹിജാബ് കെട്ടുന്ന പരിപാടിയാണ്. ഹിജാബ് നിങ്ങൾ പണ്ട് മദ്രസക്ക് പോകുമ്പോൾ കെട്ടൂലേ, ആ ഒരു സംഭവം തന്നെയാണ്. ഇത് ചെറിയ വശം, ഇത് വലുത്. ഓക്കെ, ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മൾ സാധാ ഇത് കുത്തുന്ന പോലെ കേട്ടോ. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഇങ്ങനെ ആവരുത്. ഇത് ഇങ്ങനെ ഇങ്ങനെ ഉള്ളിലേക്ക് പോയിട്ട് ഇങ്ങനെ ആവണം, ഇവിടെ ഇങ്ങനെ. പിന്നെ ഉള്ളിൽ ഇതുപോലുള്ള ഡ്രസ്സ് ബ്ലാക്ക് ആണെന്നുണ്ടെങ്കിൽ ഒന്നും കൂടി അടിപൊളിയായിരിക്കും. പിന്നെ ലെഗിൻസ് ഇടാൻ ശ്രദ്ധിക്കുക കേട്ടോ. ജീൻസിൻ്റെ പാൻ്റ് ഒന്നും ഇട്ട് പോയാൽ കുറച്ചും കൂടി ഒരു ബൗൺസി ആയ പോലെയൊക്കെ തോന്നും. അപ്പോൾ ഒരു ലെഗിൻസും ഇതുപോലെ സ്കിന്നി ആയിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഇട്ടാൽ ഒന്നും കൂടി അബായ സെറ്റിക്കണം. പിന്നെ സാധാ നമ്മൾ റോൾ ചെയ്യില്ലേ, അത് തന്നെയാണ്. ഞാനിവിടെ ഒരു കണ്ണാടുണ്ട്, അതിൽ നോക്കി ചെയ്യട്ടെ. ഇത് പെർഫെക്റ്റ് ആണ്. ഇനി ഞാൻ എൻ്റെ അബായ ഇട്ട് വരാം കേട്ടോ. ഈ ഒരു പോർഷനില്ലേ അത് ഇവിടെ വെച്ചിട്ട് ഞാൻ ഉള്ളിലോട്ടാക്കും കേട്ടോ. അതായത് ഞാൻ എൻ്റെ ഷർട്ട് എന്ന് പറയുന്നത് ബ്ലാക്ക് അല്ല, അതുകൊണ്ടാണ് അങ്ങനെ ആക്കുന്നത്. പിന്നെ ഈ കളറൊക്കെ ഒന്ന് റെഡിയാക്കി കൊടുക്കാം. എല്ലാം റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഇനി ഞാനൊരു വാച്ച് ഇടും. ഓക്കെ, ഒരു വാച്ച് ഇടും. അതുപോലെ തന്നെ അതിൻ്റെ തന്നെ ഒരു ബാങ്കിൾ ഉണ്ട്, അതും ഇടും. മെയിൻ ആൻഡ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവം എന്താണ്, ഇതാണ് നിക്കാബ് കേട്ടോ. നിക്കാബ് ഒരുപാട് ഐറ്റംസ് നിക്കാബ് ഉണ്ട്. എൻ്റെ കയ്യിൽ തന്നെ ഉണ്ട് 4 ടൈപ്പ് നിക്കാബ് കേട്ടോ. ഒന്ന് നമുക്ക് ഇവിടെ ഇങ്ങനെ ഒരു വള്ളി വരുന്നത് കിട്ടും, ഒന്ന് നമുക്ക് ഇത്ര ലെങ്ത് ഉള്ളത് കിട്ടും, ഒന്ന് ഇത്ര ലെങ്ത് ഉള്ളത് കിട്ടും, പിന്നെ ഇത്ര ലെങ്ത് ഉള്ള കേട്ടോ. ഇപ്പോൾ ട്രെൻഡിങ് ആയിട്ട് ഇവിടെ ഭയങ്കര ഓടിക്കൊണ്ടിരിക്കുന്ന സംഭവം ഈ ഒരു ലെങ്ത് ഉള്ള നിക്കാബാണ് കേട്ടോ. എൻ്റെ കയ്യിലുള്ളതും അത് തന്നെയാണ്. വളരെ സ്മോളാണ് കേട്ടോ. നമ്മൾ ഇത്ത വേണ്ടിയേ എന്ന് പറയുന്നത് നിങ്ങൾ വാങ്ങുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് ഇവിടെ ഇങ്ങനെ ഈ ഒരു ലോഗോ കൊടുത്തിട്ടുള്ള വാങ്ങുകയാണെന്നുണ്ടെങ്കിൽ ഒരു സൗദി ലുക്ക് കിട്ടും. പിന്നെ ഇതേപോലെ ഇങ്ങനെ ഇതുപോലെയുള്ള ഒരു വള്ളിയും ബാക്കിൽ വരുന്നുണ്ടോ നോക്കുക കേട്ടോ. ഓക്കെ, കെട്ടിയില്ലേ? അതിൻ്റെ അടിയിലോട്ടല്ല മുകളിലോട്ടാണ് കെട്ടേണ്ടത് കേട്ടോ. ഇനി ഇവിടേക്ക് റെഡിയാക്കി കൊടുക്കുക. സോ ഇതാണ് ഞാൻ നിക്കാബ് ഇടുന്ന രീതി എന്ന് പറയുന്നത്. ഇത് എൻ്റെ ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ അല്ലാത്തവർ വന്നാണ്ട് കലകല അറിയാൻ കേട്ടോ. ഇത്രേ ഉള്ളൂ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത്. ഇത് കുറച്ച് ആൾക്കാർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും. ഞാൻ എന്നോട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് മെയിനായിട്ട് ഞാൻ ഈ ഒരു വീഡിയോ ക്രിയേറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് ഇത്രയേ ഉള്ളൂ നമ്മുടെ ഈ ഒരു നിക്കാബ് ഇടുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് കേട്ടോ. ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് എന്നോട് ചോദിച്ച കുറച്ച് ആൾക്കാർക്ക് വേണ്ടിയിട്ട് മാത്രമാണ്, എന്നോട് ചോദിച്ചവർക്ക് വേണ്ടിയിട്ട് മാത്രമാണ് കേട്ടോ. അപ്പോൾ കുറച്ച് ആൾക്കാർക്കെങ്കിലും ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവും എന്ന് വിചാരിക്കണം. അപ്പം വളരെ സിമ്പിളാണ് കേട്ടോ. നിങ്ങൾ ഇങ്ങനത്തെ ഒരു സംഭവം തപ്പി നോക്കിയാൽ മതി. അപ്പോൾ നിങ്ങൾക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും.